ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളാണ്. അതായത് പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോനെ മോശമായിട്ടൊന്നും ആരും എടുക്കരുത്. കാരണം ഇത് കുറേ പേർക്ക് ആവശ്യമുള്ളതാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ മറ്റു കുറച്ച് ആളുകൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയണത്. അതുകൊണ്ട് തന്നെ ഇതിനെ മോശമായിട്ട് കാണരുത്. ആവശ്യമുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നമുക്ക് നോക്കാം അവർ നമ്മളെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു രീതി ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് നിർത്തുക. എന്നേക്കുമായിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതല്ല. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് ആദ്യം മെസ്സേജ് അയക്കാതിരിക്കുക. വിളിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം അങ്ങോട്ട് വിളിക്കാതിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾ മെസ്സേജ് അയക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരായിട്ട് ഇങ്ങോട്ട് അയക്കാനുള്ള ഒരു പ്രവണത അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവും എപ്പോഴും. കാരണം ഞാനാണ് എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയക്കണത്, ഇങ്ങോട്ട് എപ്പോഴും അയക്കാറില്ല, എന്നെ ഇങ്ങോട്ട് ആദ്യം വിളിക്കാറില്ല. ഈ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മളായിട്ടാണ് അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ പെട്ടെന്ന് അത് നിർത്തുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണിത്, ഇത്ര പെട്ടെന്നാളെന്താ പറ്റിയത്, മെസ്സേജ് അയക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കണതാണല്ലോ, എന്താ വിളിക്കാത്തത് എന്നൊരു സംഭവം അവർക്ക് തോന്നും. അത് നിങ്ങൾ ദിവസം വിളിക്കുന്ന ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് അവർക്കത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്നിട്ട് അവരായിട്ട് ഇങ്ങോട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും തുടങ്ങും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മളപ്പോൾ മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ പറയും, ഞാൻ പോവാണ് കേട്ടോ, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അവളെ കാണാൻ പോവുകയാണ്, അവനെ കാണാൻ പോവുകയാണ് എന്നുള്ളത് നമ്മളിങ്ങനെ അപ്പോൾ അവരെ അറിയിക്കും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ സെക്കൻഡിലും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരോട് പറയുമ്പോൾ അവർക്ക് പിന്നെ അവിടെ എന്ത് ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാവുക. അതായത് അവർക്കറിയാം നമ്മൾ ഓരോ സമയത്തും എന്താണ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം. ഒന്ന് നമ്മൾ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, അതല്ലെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളത് അവർക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരുന്നില്ല. അവൾ അല്ലെങ്കിൽ അവനിപ്പോൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. കാരണം അവർക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുമില്ല, അതായത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർ കുറേ ചിന്തിക്കാൻ തുടങ്ങും, എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക, ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ളൊരു സംഭവമൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് എത്ര സമയം ചിന്തിക്കുന്നു അത്രയും സമയം അവർ നമ്മളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാല്യൂ അവരവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം റൊട്ടീൻ അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്, അത് അവരെ ഒന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അറിയോ, നമ്മൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അവരില്ലാതെ നമുക്ക് ആ ഒരു ലൈഫ് ഇല്ല, അവിടെ ഹാപ്പിനെസ് ഇല്ല എന്നുള്ളത് നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണത്. അവർക്ക് ആദ്യമൊക്കെ അത് ചിലപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. ഞാനില്ലാണ്ട് അവർക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷം ഒക്കെ തോന്നും. പക്ഷെ പിന്നെ അവർക്ക് ആ ഒരു സംഭവം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവും, ഞാനില്ലാണ്ട് പറ്റില്ല എന്നൊരു സംഭവം ഉണ്ടാവും. പക്ഷെ അത് പോകെ എന്തായിട്ട് വരുന്ന അറിയോ, നിങ്ങളെ പ്രത്യേകിച്ച് അവർക്കൊരു വില ഇല്ലാത്തതുപോലെ ആവും. ഞാനില്ലെങ്കിൽ അവരില്ല, ഈ ഒരു സംഭവമാണ് വരിക. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചിന്താഗതി നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റാറ്റസ്, സ്റ്റോറി ഇതൊക്കെ നിങ്ങൾക്ക് വെക്കാം, പോസ്റ്റ് ഇടാം. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയി എന്ന് വിചാരിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളത് സ്റ്റോറി ആയിട്ടോ സ്റ്റാറ്റസ് ആയിട്ടോ വെക്കുന്ന സമയത്ത് അവർ ചിന്തിക്കും, ഇതെപ്പോഴാണ് പോയത്, ഇത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അവിടെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അഥവാ നിങ്ങൾ തെറ്റിയിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക, ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ
അതോടെ അവർ തീർന്നു. അതായത് അവർ വിചാരിക്കും അപ്പൊ ഞാനില്ലെങ്കിലും ആൾ ഓക്കെ ആണ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലായിരുന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറയില്ലേ, അതായത് നമുക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ളത് അവർക്ക് തോന്നില്ല, അപ്പൊ അവർക്ക് വിഷമാവില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇരിക്കുന്നതെന്ന് തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു വാല്യൂ കുറഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും നാളും അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. സോ അവർ ചിന്തിക്കുക ഞാനില്ലെങ്കിലും അവർക്ക് ഓക്കെ ആവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനും നിങ്ങളെ വിളിക്കാനും ഒക്കെ അവരായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അവരില്ലെങ്കിലും നമ്മൾ ഓക്കെയാണ്. എൻ്റെ ഡെയിലി ലൈഫ് റൊട്ടീനിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ വല്ല സ്റ്റോറിയോ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കൊടുക്കും. അതായത് അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയില്ല, പക്ഷെ എങ്ങനെയുള്ള സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെക്കും. അതൊന്നും ചെയ്യണ്ട, കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളെ ഹാപ്പി ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ ഒക്കെ വെക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യില്ല, നേരെ മറിച്ച് അവർക്ക് ഫീൽ ചെയ്യാം അവൾ അല്ലെങ്കിൽ അവൻ എന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവരുടെ മിസ്സിങ് അങ്ങോട്ട് പോയിക്കോളും എന്നുള്ളതാണ്. അതങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വെക്കുന്ന സ്റ്റോറിയും സ്റ്റാറ്റസും അതൊന്നും വേണ്ട. അതേപോലെ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക മിസ് ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക. അതായത് എപ്പോഴും നിങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം, ഈ ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കരുത്. അവർക്കൊരു സ്പേസ് കൊടുക്കുക, പക്ഷേ നിങ്ങൾ എന്നാൽ അവരുടെ കൂടെ ഉണ്ടാവും വേണം. അതായത് മുഴുവനായിട്ടും നിങ്ങൾ അവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ, ഒരു കോളോ മെസ്സേജ് ഒന്നും ഇല്ലാണ്ട് വിട്ടയച്ചു കഴിഞ്ഞാൽ അവർക്ക് അതങ്ങോട്ട് ശീലമാവും. അപ്പോൾ പിന്നെ അവർക്ക് നിങ്ങളെ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത വരില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ആവശ്യത്തിന് മാത്രം നിങ്ങൾ അവരോട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് തോന്നുകയും ചെയ്യും. എന്നാൽ ഭയങ്കര ഓവറായിട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ മിസ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ വേണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഓവറായിട്ട് പോവുകയും ചെയ്യരുത്, എന്നാൽ ഒട്ടും ഇല്ലാത്തതുപോലെ ആവരുത്. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് ഒരു സ്നേഹവും മിസ്സിങ്ങും ഒക്കെ ഒരുമിച്ച് വരുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അവർ നിങ്ങളെ മിസ് ചെയ്യും, ഉറപ്പായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു കുറേ പേരുടെ ആഗ്രഹമാണിത്. ഞാൻ സ്നേഹിക്കുന്ന ആളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എന്നെ അവർ മിസ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ അങ്ങനെ മിസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവർ ചിലപ്പോൾ നിങ്ങളെ വിളിക്കും, മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്